നീ എന്തോ തുള്ളുവാ? എടാ ഞാൻ എക്സ്പ്രസ് മ്യൂസിക് അല്ലയോ, എൻ്റെ കയ്യിലാണെങ്കിൽ MP3യുടെ ഒത്തിരി പാട്ട് കിടപ്പുണ്ട്. പാട്ട് കേട്ടോണ്ടിരിക്കായിരുന്നു. നീ ആരെയും നോക്കിക്കുന്നത്? ഞാൻ അപ്പുറത്തെ വീട്ടിലെ പയ്യനുണ്ടല്ലോ, അതതിലെ സ്നേക്കിന്റെ ഗെയിം കളിക്കാൻ വരും, അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. മുടിച്ച കാലം നിന്റെ ചാർജ് ഒരിക്കലും തീരത്തില്ലല്ലോ. എടാ നമ്മുടെ ഒരു വട്ടം ചാർജ് ഇട്ടാൽ മതി, ഒരു മാസത്തേക്കുള്ള ചാർജ് ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആകെ ഒരു ഇരുണ്ട മഞ്ഞ കളർ മാത്രമല്ല ഉള്ളു ഗെയിം കളിക്കുമ്പോ. അതൊക്കെ നമ്മളെ കണ്ടുപിടി, ഫുള്ള് കളർഫുൾ അല്ലയോ. അല്ല നീ ഇന്നലെ എവിടെ ആയിരുന്നു? എടാ ഇന്നലെയോ, ഇവിടുത്തെ ആ ചെറുക്കനുണ്ടല്ലോ, അവൻ സൈക്കിൾ ചവിട്ടി അവന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന്. എന്തിന്? എടാ ഒരു ഫയൽ സെൻഡ് ചെയ്യാനാ, അത് ബ്ലൂടൂത്ത് വഴി. അവൻ രാവിലെ മുതൽ സെൻഡ് ചെയ്യുക, തീർന്നപ്പോ ഏകദേശം വൈകുന്നേരമായി. 1 മിനിറ്റുള്ള ഫയലായിരുന്നു, നല്ല ക്ലാരിറ്റി ആവും, അതും 3GB ഫയൽ. അല്ല മിനിഞ്ഞാന്ന് എവിടെ ആയിരുന്നു? അത് മറ്റേത്. ഏത് മറ്റേത്? മറ്റേതേ ഒന്ന് പറയുന്നേ. മറ്റേ വീഡിയോ അത് സെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മെമ്മറി കാർഡ് ഉണ്ടായോണ്ടേ സിസ്റ്റം വഴി അങ്ങ് സെൻഡ് ചെയ്ത്. എനിക്ക് വയ്യ. പക്ഷെ ആ കൊരങ്ങൻ എന്നെ ഉറക്കിയില്ലടാ. രാത്രി ഫുള്ളങ്ങ് ഇരുന്ന് കാണുമല്ലായിരുന്നു. ഉറക്കക്ഷീണമുണ്ട് കേട്ടോ മുഖത്ത് കേട്ടോ. എടാ ഇത് ഉറക്കത്തിന്റെ ഒന്നും അല്ലടാ. പിന്നെ അവൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. എന്തുവാ? എടാ അവൻ ഒപ്പേറമേനിയും ഫേസ്ബുക്കും ഒക്കെ എന്റെ ദേഹത്ത് ചെയ്യുന്നുണ്ട്. എടാ 2G ഒക്കെ അല്ലേ നമ്മുടെ നെറ്റ്വർക്ക്, അതൊക്കെ ലോഡാവോ? എടാ 500 MB അവൻ റീചാർജ് ചെയ്യും. എന്നിട്ട് ഇങ്ങനൊക്കെ പിടിച്ച് നിൽക്കുവാന്നല്ലേ, ഒരു ഇമേജൊക്കെ ചിലപ്പോൾ ഡൗൺലോഡ് ആവും. 1-2 മിനിറ്റ് എടുക്കും. പക്ഷെ എത്ര ഉപയോഗിച്ചാലും ആ 500 MB തീരത്തില്ല. ഒരു 100 MB എങ്ങാനും കഷ്ടിച്ച് തീരുമായിരിക്കും, അത്രേ ഉള്ളൂ. എടാ നീയൊക്കെ ഒരു പൊങ്കച്ചം പറഞ്ഞോണ്ടിരുന്നോ? നിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനമാക്കാൻ ഞാൻ വന്നേക്കുന്നേ. ഇതേടാ വേട്ടാവളി. ഇത് ആൻഡ്രോയിഡ് എന്ന് പറയുന്നേ പുതിയൊരു വർഷം വന്നിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ടാക്കിയ പുതിയൊരു ഫോണാണ് സാംസങ് പോക്കറ്റ്. എടാ നീയൊക്കെ ഈ കീപാഡ് ഫോൺ കൊണ്ട് ഇട്ടിരുന്നോടാ, ഇനിയൊക്കെ ടച്ചിന്റെ യുഗം. എടാ ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സാധനമേ ആദ്യം നമ്മുടെ അടുത്ത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയതാ. പക്ഷെ നമുക്ക് അതിനൊന്നും താല്പര്യമൊന്നുമില്ല, നമ്മുടെ ഓയസാ ബെറ്റർ കേട്ടാ. അത് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ, ഒരു 10 വർഷം കഴിയുമ്പോഴേ നമുക്ക് ഒന്ന് കാണണം. പരിപാടി. അല്ല ഇതേതാ ഒരു പരിഷ്കാരി, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇത് മറ്റേടത്തെയാ, അമേരിക്ക. അമേരിക്കയോ? ഐഫോൺ എന്നാ പേര്. അവൻ കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൂപ്പർ ക്യാമറ എന്നൊക്കെ കേട്ടെ. സ്റ്റീവ് ജോബ്സ് എന്ന എന്നെ ഇറക്കി വിട്ടിരിക്കുന്നത് ഇന്നോവേഷന്റെ പുതിയ തലങ്ങൾ കാണിക്കാനാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. നിന്റെ അണ്ണാ അവൻ എന്താ മൊഞ്ച അണ്ണാ, ഡിസ്പ്ലേ ഒക്കെ അങ്ങ് തിളങ്ങുന്നു. നീ പേടിക്കണ്ടടാ, ഇവന് ഭയങ്കര വിലയാ. പിക്കത്തൊന്നും ഇല്ല, നമ്മള് മതി. അവൻ അവിടെ ഇക്കത്തേ ഉള്ളു. ഇനിയിപ്പൊ ഞാനും അവനും തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ. അവൻ ഫോൺ വിൽക്കുന്നതിനേക്കാളും എന്തായാലും വില കുറച്ചായിരിക്കും ഞാൻ വിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ ഫോണുകളൊക്കെ ചൂടപ്പം പോലെ വിറ്റു പോകും. പക്ഷെ ഈ 2G മാറ്റിയിടും 3G ആക്കിയായിരുന്നെങ്കിൽ യൂട്യൂബ് ഒക്കെ സിമ്പിൾ ആയിട്ടൊന്ന് വർക്കായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ അമേരിക്കയില് ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം 2G എന്ന് മാറി 3G ആയിരിക്കുക. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, വെറും കോളിങ്ങിന് മാത്രമല്ല, അതൊരു ഗാഡ്ജറ്റ് ആയിട്ട് മാറിയിരിക്കുക. വീഡിയോ കാണാം, പാട്ട് കേൾക്കാം, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം, എന്ത് യൂസ് വേണേലും ചെയ്യാം. അല്ല നിനക്ക് എന്തുവാ തോന്നുന്നത്? പണ്ടേ ആൻഡ്രോയിഡിലോട്ട് മാറിയാൽ മതിയായിരുന്നു. ഇവന്മാരല്ലേ ടച്ച് ഫോണിന്റെ പുറകെ പോയതുകൊണ്ട്, നമ്മൾ പഴമയെ പിടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഷോക്കേഴ്സ് വെക്കുന്ന സംഭവമായി പോയി. നമുക്കൊരു പണി കൊടുക്കണ്ടായോ? എന്താ പണി? നമുക്ക് പുതിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് നല്ല സൗണ്ട് ഉള്ള ഫോണ്, നല്ല ബാറ്ററി നിൽക്കുന്ന ഒരു ഫോണ്, അതും ആൻഡ്രോയിഡ്, ഇഷ്ടം പോലെ മോഡലുകൾ, ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കിയേക്കുന്നേ. നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുള്ള വാങ്ങിക്കോ. അത് പിന്നെ ക്വാളിറ്റി കുറച്ച് കുറയും, ഇത്രയും പൈസ കുറച്ച് കൊടുക്കുന്നേ ഇല്ലയോ, അതൊക്കെ അങ്ങനെ വേണ്ടവര് വാങ്ങിയാൽ മതി. ഞങ്ങൾക്ക് കുറഞ്ഞ വില തൊട്ട് കൂടിയ വില വരെയുള്ള ഇഷ്ടം പോലെ ഫോൺസ് ഉണ്ട്. ഈ ചെറിയ വിലയുള്ള ഫോൺസിൽ ചെറിയ കംപ്ലൈന്റ് ഒക്കെ വന്നൊക്കെ ഇരിക്കും, പിന്നെ കുറച്ച് ലാഗും ഈ സെഗ്മെന്റിൽ അതൊക്കെ വന്നിരിക്കും. പിന്നെടാ മൈക്രോമാക്സേ നിനക്ക് കുറച്ച് കൂടുതൽ കേട്ടോ, നിന്റെ ഫോൺ ഒരു കാശിന് കൊള്ളത്തില്ല. ആർക്കാടാ എത്ര മോട? ഞങ്ങളൊന്ന് പതുങ്ങിയപ്പോ നീയൊക്കെ എന്ത് വിചാരിച്ചടാ? തിരിച്ചു വരത്തില്ലെന്നോ? ഞങ്ങളൊക്കെ തിരിച്ചു വന്നടാ ഞങ്ങളുടെ സ്വന്തം സോഫ്റ്റ്വെയർ ആയിട്ട്. അപ്പൊ ഞങ്ങൾ ആൻഡ്രോയിഡിനും ഐഫോണിനും ഒക്കെ റീത്ത് വെക്കാൻ പോവാ. ചേട്ടാ പല സോഫ്റ്റ്വെയർ ഇല്ലല്ലോ. ഭാവി വരും. അന്നേ ഞങ്ങൾ നിന്നോടൊക്കെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ ഇനി മുതൽ ഇവിടെ സ്ഥിര സാന്നിധ്യം കാണുമെന്ന്. ദേ ഇപ്പൊ നോക്ക്,
ഐപാഡ്, മാക്ബുക്ക്, അങ്ങനെ പല പല സാധനങ്ങളാണ് നമ്മൾ നേരത്തിൽ ഇറക്കിയേക്കുന്നത്. എത്ര വില കൂട്ടി വിറ്റാലും മേടിക്കാൻ ആളുണ്ടെന്ന് എനിക്കൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ബഡ്ജറ്റ് സെഗ്മെന്റിൽ ക്വാളിറ്റി ഇല്ലാത്ത ഫോൺ ഇറക്കുന്ന ചൈനക്കാരായിട്ടുള്ള ഞങ്ങളെ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു വിലസ് ഞങ്ങൾ ഷവോമി ഇറക്കി കളിക്കും. കരയിൽക്കൂടെയും പറ്റത്തില്ല, വെള്ളത്തിലൂടെയും പറ്റത്തില്ല, എന്തോ ചെയ്യാനാ. ഇനി ആൻഡ്രോയിഡിനെ എങ്ങാനും പിടിച്ച് കളിക്കാൻ അതേ നടക്കും. അവന്റെ ബോഡിക്ക് എന്തൊരു ക്വാളിറ്റിയാ, സോഫ്റ്റ്വെയറും അടിപൊളി, കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഇത് ഈ പട്ടി പ്രസവിക്കുന്ന പോലെ എല്ലാ ചൈന ബ്രാൻഡോട് ഇങ്ങോട്ട് വരുവാണല്ലോ. എടാ മണ്ടന്മാരെ, ഞാൻ അവിടുന്ന് റീബാൻഡ് ചെയ്തത്, എന്റെ കച്ചവടം നീയൊക്കെ പൂട്ടിക്കുവോ? ഗൈസ്, ഫോണില്ല തരാൻ നിങ്ങളൊന്നും മനസ്സിലാക്കി പ്രവർത്തിക്കും. ഫോണില്ല തരാൻ നിങ്ങൾ ആ ഫ്ലാഷ് സെയിലിൽ വന്നങ്ങാണം നോക്ക്, എന്തെങ്കിലും നേർച്ച വല്ലതൊക്കെ ഇട്, അന്നാലെങ്ങാണം കിട്ടുമായിരിക്കും. ഒന്ന് നോക്ക് അങ്ങനെങ്കിലും. അതെ, തിരിച്ചു വന്നു, വീണ്ടും തിരിച്ചു വന്നു, അതും ആൻഡ്രോയിഡുമായിട്ട്. ഒരെണ്ണെങ്കിലും ഒന്ന് മേടിക്കുവോ പ്ലീസ്? ആരൊക്കെ വന്നാലും പോയാലും ബഡ്ജറ്റ് സെഗ്മെന്റിൽ നമുക്ക് കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിലും പ്രീമിയം സെഗ്മെന്റ് നമ്മൾ തന്നെ ഹീറോ. വേണ്ട, ഇന്റലുമായിട്ടൊന്നും വേണ്ട. നമ്മളെല്ലാം ഇനി സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റിയും കൂടുവേ. അടുത്ത ഫോൺസോ അത് ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു വെച്ചിട്ടേ നമുക്കൊരു 10-25,000 രൂപ കൂട്ടി വിൽക്കാന്നേ. ആ, ഒരു കാലത്ത് ഞങ്ങൾ രാജാവായിരുന്നുള്ള രാജാവ്, ഞങ്ങളെ ഒന്നും തോപ്പിക്കാൻ പറ്റത്തില്ലടാ. എന്താടാ 1500 രൂപയുടെ ഫോൺ വിറ്റിട്ടായാലും ഞങ്ങൾ ജീവിക്കൂടാ. നീ കണ്ടോ, അത് തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഇല്ല. എല്ലാവർക്കും അകത്തിരിക്കുന്ന കമ്പൗണ്ട്സ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഡിസൈനാ. പക്ഷെ ഞങ്ങളുടെ ആണല്ലേ കമ്പൗണ്ട്സ് കാണണം. അതാ ഞങ്ങളുടെ ഡിസൈനും മാർക്കറ്റിംഗ് തന്ത്രവും. ഞങ്ങൾ OnePlus എന്ന് പറയുന്നത് ഒരു പ്രീമിയം ഫോൺസ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഫോൺ വരുന്നത് ആൾക്കാരിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. സോഫ്റ്റ്വെയർ വൈസും ഹാർഡ്വെയറും ഒക്കെ ഞങ്ങൾ ആൾക്കാരിങ്ങനെ പുകഴ്ത്തുമായിരുന്നു. ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ഇറക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ചൂടപ്പം പോലല്ലേ വിറ്റ് പോകുന്നത്. അതൊക്കെ പണ്ട്. ഇപ്പൊ മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. പിന്നെ ഇടയ്ക്ക് ഗ്രീൻ ലൈനൊക്കെ വീഴുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മോശം കേട്ടോ. എടാ, ക്യാമറ ഫോൺസിൽ ഞങ്ങൾക്ക് എതിരായിട്ട് പലവന്മാരുണ്ടായിരുന്നു. സാംസങ്, ഐഫോൺ. ഇപ്പൊ ഞങ്ങളെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോടാ? ഇപ്പൊ ഞങ്ങളുടെ ഫോണിൽ എടുക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ നീയൊക്കെ എടുത്ത് വെച്ച് നോക്കണം, DSLR വരെ മാറിപ്പോവും. എനിക്ക് തോന്നുന്നത് കുറച്ച് നാളൂടെ ഒക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ DSLR ഇറക്കുമെന്ന്. ആകെ പിടിച്ചിരിക്കുന്നത് ഡിസൈനും കൊണ്ട് സോഫ്റ്റ്വെയറും കൊണ്ട് മാത്രം. ഇവനൊക്കെ ഇങ്ങനെ ക്യാമറ ഉണ്ടാക്കി ഞങ്ങളെന്തോ ചെയ്യും? ആരൊക്കെ വന്ന് പോയി, എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ഞങ്ങൾ അന്നും ഇന്നും ഒരേപോലെ തന്നെ. നാട്ടുകാരെ പറ്റിച്ചാൽ ഈ പൊട്ടന്മാർക്ക് എന്താ മനസ്സിലാവാത്തതെന്നാ ഞാൻ ആലോചിക്കുന്നു. പണ്ട് പണക്കാരായിരുന്നു മണ്ടന്മാര്, ഇപ്പൊ പാവപ്പെട്ടവരും മണ്ടന്മാരെ. അവന്മാർക്ക് തന്നെ മതി. ഞാനിപ്പോ പുതിയതായിട്ട് ഇറക്കുന്ന ആകെപ്പാടെ കൊണ്ടുവന്നത് ആ ഗ്ലാസ് തീമാ. അതൊക്കെ പണ്ടേ MIയും സാംസങ്ങും ഒക്കെ ഇറക്കിയത്. ആ മണ്ടന്മാര് മേടിച്ചോളൂ. അല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താ?